in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. സ്വർഗീയ ശില്പി നീരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പി നീരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിണ്മയമാകും ശരീരം പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഓഗസ്റ്റ് മാസം 12-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളും ഒരുമിച്ച് ചിന്തിക്കുന്നത് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവത്തെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരെ, വാക്യം ഞാൻ നിങ്ങളും ആഴമായി ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്ന സംവത്സരങ്ങളെ ദൈവം മടക്കി തരുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവർ ഈ ആരംഭത്തിൽ തന്നെ എൻ്റെ കൂടെ ചേർന്ന് പറയുന്നു, പാസ്റ്റർ, എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ വർഷങ്ങൾ ഒത്തിരി നഷ്ടമായി. കുടുംബ വിഷയത്തിനകത്ത്, ആ ജോലി വിഷയത്തിനകത്ത്, ജോലി നഷ്ടമായ അനുഭവത്തിനകത്ത്, ആ സാഹചര്യത്തിനകത്ത്, ആ ക്ഷാമം വന്നപ്പോൾ എനിക്ക് വലിയ കടബാധ്യത വന്നു. എൻ്റെ ബിസിനസ് നഷ്ടമായി പോയി. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുമെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ അവൻ മടക്കി തരും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾക്ക് പകരം ദൈവം നൽകുമെന്നുള്ളതാണ്. പകരം എങ്ങനെ വെളിപ്പെടുമെന്ന് ചോദിച്ചാൽ, നാളുകൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഏറ്റവും വലിയ ആഴമാണ്, പവർ സമയത്തെ ജയിക്കുന്നതാണ്, പവർ ടൈമിനെ ജയിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ നടന്ന് 15 മിനിറ്റ് കൊണ്ട് ചെല്ലേണ്ട സ്ഥലത്ത് ബൈക്കിൽ ചെന്നാൽ 5 മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റും. ഒന്നുകൂടി അതിനേക്കാൾ പവറുള്ള ഒരു 4 വീലർ വാഹനത്തിനകത്ത് കയറിയാൽ 5 മിനിറ്റ് എന്നുള്ളത് 3 മിനിറ്റായി തീരും. ആഴം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിലെ ശക്തി ഇറങ്ങി വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ അളവറ്റ ശക്തി, ആ ശക്തി മരണത്തിൽ നിന്നും ഉയർപ്പിക്കുന്ന പുനരുത്ഥാന ശക്തി ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലവരുടെ മേളിൽ വ്യാപരിക്കുകയാണ്. ജീവിതത്തിനകത്ത് എല്ലാം തീർന്നു, എല്ലാം നഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മേളിൽ ഈ പ്രഭാത സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ മേളിലേക്ക് അളവറ്റ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറ, നഷ്ടപ്പെട്ടത് മടക്കി തരാൻ പോവുകയാണ്. ആഴമായി 3 ചിന്തകൾ ഞാൻ നിങ്ങളുമായി ചിന്തിക്കുന്നു. ശത്രുവായ പിശാച് കൊണ്ടുപോയ നന്മകളെ ദൈവം മടക്കി തരാൻ പോവുകയാണ്. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുമ്പോൾ യോബിന്റെ പുസ്തകം 42-ന്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാനുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മനസ്സലും ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മുകളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആഴം സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ഇതാ ചിലത് മടങ്ങി വരാൻ പോകുന്നു. യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം ഇരട്ടിയായി അവന്
മടക്കി കൊടുക്കുകയാണ്. യോബിന്റെ ജീവിതത്തിലെ നന്മകൾ കൊണ്ടുപോയത് സാത്താനാണ്. സാത്താൻ കൊണ്ടുപോയതിനേക്കാൾ ഇരട്ടിയായി ദൈവം മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശത്രു കൊണ്ടുപോയതിനേക്കാൾ വലിപ്പമുള്ളത് ചിലത് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേളിലേക്ക് ദൈവം കൈമാറാൻ പോവുകയാണ്. ആഴമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നഷ്ടമായി പോയ സാമ്പത്തിക നന്മകൾ, നഷ്ടമായി പോയ ജോലി, നഷ്ടമായി പോയ കുടുംബജീവിതം, നഷ്ടമായി പോയ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഇതാ ഈ പ്രഭാതത്തിൽ ദൈവം നിനക്ക് മടക്കി തരാൻ പോകുന്നു. കാരണം എൻ്റെ ദൈവം സാത്താൻ കൊണ്ടുപോയതിന് ഇരട്ടിയായി മടക്കി തരുന്നവനാണ്. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. മനുഷ്യരാൽ കളിപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരെ, ഒത്തിരി വിഷയത്തിനകത്ത് മനുഷ്യരാൽ ചതിക്കപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്. ഇതാ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 8 വാക്യം. സഖായോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഈ വചനത്തിന്റെ ആഴങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ സഖായിയുടെ ജീവിതത്തിനകത്ത് ഇതാ വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകുകയാണ്. ആ ഇടപെടലിൽ സഖായി പറയുകയാണ്, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കളിപ്പിക്കപ്പെട്ടവരായിട്ടാണ് ഈ പ്രഭാതത്തിൽ കേൾക്കുന്നതെങ്കിൽ, സാമ്പത്തികം കൊണ്ടുപോയി, നന്മകൾ കൊണ്ടുപോയി, അതേപോലെ വസ്തു, ജോലിയുടെ നന്മകൾ, പ്രമോഷനുകൾ, ഇതെല്ലാം നഷ്ടമായി പോയവർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വിസായുടെ മേഖലയിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ കളിപ്പിക്കപ്പെട്ടത്, ഇതാ ആ വ്യക്തിയോട് ദൈവം ഇടപെടാൻ പോവുകയാണ്. ഇടപെടുമ്പോൾ ഇതാ നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ 4 മടങ്ങ് എൻ്റെ കർത്താവ് മടക്കി തരാൻ പോവുകയാണ്. മനുഷ്യരാൽ കളിപ്പിക്കപ്പെട്ട ആരെങ്കിലും കോടതി കയറി ഇറങ്ങുന്നത് പോലെ ചില വസ്തുവിൻ്റെ കേസിൽ, ചില കുടുംബ വിഷയത്തിനകത്തൊക്കെ നാളുകളായിട്ട് ഹല്ലേലൂയ കോടതിയിൽ കയറി ഇറങ്ങി സമ്പത്ത് നഷ്ടപ്പെട്ട് മനുഷ്യരാൽ കളിപ്പിക്കപ്പെട്ടതുപോലെ, വഞ്ചിക്കപ്പെട്ടതുപോലെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവിക ഇടപെടലിൽ നിനക്ക് 4 മടങ്ങ് മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുക, ദൈവം നിനക്ക് വേണ്ടി അതൊരു അത്ഭുതമാക്കാൻ പോവുകയാണ്. ചിലയിടങ്ങളിൽ ഹല്ലേലൂയ ഈ ഗവൺമെൻറ് ഓഫീസിൽ പേപ്പറുകൾ താമസിച്ച മുഖാന്തരം ഇന്നും സാമ്പത്തിക നഷ്ടം വന്നവരുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ 4 മടങ്ങ് വരാൻ പോവുകയാണ്. ആഴമായി സ്വീകരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് തരാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ 3-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സുവിശേഷ നിമിത്തമോ കർത്താവിൻ്റെ നാമനിമിത്തമോ ആ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ കർത്താവ് പറയുകയാണ്, നിനക്ക് 100 മടങ്ങ് മടക്കി തരാൻ. അറിയാം, നമ്മൾ വാക്യത്തിലേക്ക് വരികയാണ്. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. 29-ാമത്തെ വാക്യം. അതിന് യേശു, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് പറയാണ്, എൻ്റെ ജീവിത മാർഗം മുഴുവൻ വിട്ടിട്ടാണ് അങ്ങേക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഉടനെ കർത്താവ് പത്രോസിനും കൂടെ നിൽക്കുന്നവരോട് മറുപടി പറയാണ്, എൻ്റെ നിമിത്തമോ സുവിശേഷ നിമിത്തമോ വീടോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അമ്മയോ അപ്പനെയോ നിലങ്ങളെ വിട്ടാൽ. 29-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് എന്തു നഷ്ടമായി എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വെളിപ്പെടുന്നത്. 30-ാമത്തെ വാക്യം അതിൻ്റെ ആഴമാകുന്നു. ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിട്ടുണ്ടോ അത് 100 മടങ്ങ് തരാമെന്ന് പറഞ്ഞത്. ഈ ലോകത്തിൽ ആർക്കും പറയാൻ പറ്റാത്ത ഒരു ദൈവിക കൈമാറ്റമാണ് ഈ വചനത്തിനകത്ത് നിൽക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയ ഞാൻ ലജ്ജിച്ചു പോകത്തുള്ളൂ. ആഴമായി എൻ്റെ കൂടെ ചേർന്നേറ്റ് പറയണം. എന്നെ കേൾക്കുന്നവരെ, ആ കുടുംബത്തിൽ ഏകയായി ഇറങ്ങിയ, ആ കുടുംബത്തിനകത്ത് ആ സമുദായത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് സ്വത്തോ സമ്പത്തോ ഒന്നും കിട്ടാതെ വളരെ ഭാരത്തിലായിരിക്കുന്നവർ, ദാരിദ്ര്യത്തിലായിരിക്കുന്നവർ, ഇതാ സ്വർഗം നിങ്ങളെ കാണാൻ പോവുകയാണ്. സ്വർഗം നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒറ്റയ്ക്കാക്കപ്പെട്ടതുപോലെ കണ്ണുനീരിലായി ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്ന ചിലതിനോട് തമ്പുരാന് പറയാനുണ്ട്, ഈ സുവിശേഷം എന്ന് പറയുന്ന സുവാർത്തയാണ്. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. പത്രോസ് പറയുന്നു, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ രക്ഷ പ്രാപിക്കാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത്
ഒരു വലിയ വിടുതൽ സംഭവിക്കാൻ പോകുന്നു. വെള്ളിയോ പൊന്നോ എനിക്കില്ല, നസറേന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ പത്രോസിൻ്റെ പദം ഇത് അനേകരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ നന്മകളെ മടക്കി തരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, എങ്ങും എത്തിയില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവർ, ഇതാ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരം, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ വലിയ നഷ്ടത്തിൽ നിൽക്കുന്ന പത്രോസിൻ്റെ പടകനെ സുവിശേഷത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ആ ജനത്തെ തൃപ്തി വരുത്തുവാൻ വിട്ടുകൊടുക്കുമ്പോൾ പത്രോസെ ദൈവം കടക്കാരനല്ലെന്നുള്ളത് നീ തിരിച്ചറിയുകയാണ്. അടുത്തത് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് യേശു കർത്താവ് പറയണം, ആഴത്തിൽ നീക്ക് വലയിറക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത പടക്, ആ പടക് മാത്രമല്ല അടുത്തുള്ള പടകുകളും നിറയ്ക്കുവാൻ പത്രോസിൻ്റെ പടകിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ ആ ദേശത്തിൽ ഒരു അനുഗ്രഹമാകാൻ പോവുക. നിങ്ങൾ അല്ലെങ്കിൽ ആ ഭവനത്തിൽ ഒരു അനുഗ്രഹമാകാൻ പോവുക. മറ്റുള്ളവരെയും കൂടെ ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അറിയാം ദുഷ്ടൻ കൊണ്ടുപോയത് ദൈവം ഇരട്ടിയായി കൊടുക്കാൻ പോവുകയാണ്. കർത്താവെ, മനുഷ്യൻ കൊണ്ടുപോയത് 4 മടങ്ങ് മടക്കി കൊടുക്കാൻ പോകുന്നതിനായിട്ട് അങ്ങയുടെ നാമനിമിത്തം എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് കർത്താവെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചിലവരെ ആരോഗ്യത്തിൻ്റെ മേലിൽ സൗഖ്യം നടക്കുകയാണ്, ചിലവരെ സമ്പത്തിൻ്റെ മേലിൽ വിടുതൽ നടക്കുകയാണ്. കർത്താവെ, കടബാധ്യതകൾ തീരുകയാണ്, വലിയ വിടുതലുകൾ കുടുംബമായി, വലിയ വിടുതലുകൾ തലമുറയുടെ വിഷയത്തിനകത്ത് കർത്താവ് ഏതെല്ലാം വിധത്തിൽ ഇവർ നഷ്ടങ്ങൾ അനുഭവിച്ചു ഈ പ്രഭാതത്തിൽ ഒരത്ഭുത സാക്ഷ്യത്തിലേക്ക് ഇവർ വരട്ടെ, ദൈവ പ്രവൃത്തിയിലേക്ക് ഇവർ വരട്ടെ. കർത്താവെ, ഒരു തൊട്ടതിനായി സ്തോത്രം, ഒരു തലമുറയെ തൊട്ടതിനായി നന്ദി. എൻ്റെ ദൈവമേ, ഇന്നൊരു വിടുതൽ അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താട്ടെ. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ സമയത്ത് തന്നെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ ആഴമായി നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു. ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്, നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അനേകായിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വന്നാട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.